നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങി. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ നിന്നായാണ് 13 മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത്. ദേശീയപാത കൊടകരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊടകര ഗാന്ധിനഗർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ പുതുക്കാട് പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചരണം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങി. ഏപ്രിൽ 26 വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലവും ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലവും കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ജില്ലയിൽ ഉൾപ്പെടുന്നത്. പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. തൃശൂർ ജില്ലയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നത് 58,141 പേർ. 29,786 പുരുഷന്മാരും 28,353 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നു. കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ നിന്നായാണ് 13 മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത്. രാവിലെ 8 മുതൽ ജില്ലയിലെ വിവിധ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ എത്തി EVM, VVPAT മെഷീനുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കൈമാറി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, പൊതുനിരീക്ഷക P പ്രശാന്തി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറന്നത്. സാമഗ്രികളുടെ വിതരണത്തിന് പ്രത്യേകം കൗണ്ടറുകൾ തയ്യാറാക്കിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT, വോട്ടേഴ്സ് രജിസ്റ്റർ, വോട്ടേഴ്സ് സ്ലിപ്പ്, വോട്ടർ പട്ടികകൾ, മഷി, സീലുകൾ, സൂചനാ ബോർഡുകൾ, സ്റ്റേഷനറികൾ തുടങ്ങിയവയാണ് ഓരോ പോളിംഗ് ബൂത്തിലേക്കും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. ഏറ്റുവാങ്ങിയ സാമഗ്രികൾ ചെക്ക് ലിസ്റ്റുമായി ഒത്തുനോക്കിയ ശേഷം GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിച്ചു. സുരക്ഷയ്ക്കായി യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും അനുഗമിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി 610 വാഹനങ്ങളാണ് സജ്ജമാക്കിയിരുന്നത്. തൃശൂർ ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് സംവിധാനം സജ്ജമായി. ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ് കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. കളക്ടറേറ്റിലെ 1-ാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിൽ ബൂത്തുകളിൽ നിന്നുള്ള വെബ് കാസ്റ്റിംഗ് നിരീക്ഷിക്കും. ഒരു നിയമസഭാ മണ്ഡലത്തിന് 1 വീതം 13 ടെലിവിഷനുകളാണ് കൺട്രോൾ റൂമിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടാതെ പ്രശ്നബാധിത ബൂത്തുകളെ പ്രത്യേകം നിരീക്ഷിക്കാനുള്ള ക്രമീകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. റവന്യൂ, GST, PWD, അക്ഷയ, INET വിഭാഗങ്ങളിലെ ജീവനക്കാരാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുക. പോളിംഗ് ദിനത്തിൽ രാവിലെ 6 മുതൽ പോളിംഗ് അവസാനിച്ച് ബൂത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. പോളിംഗ് ബൂത്തിലെ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും ഉദ്യോഗസ്ഥർക്ക് അറിയിക്കാൻ കോൾ സെന്ററും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവേലൻസ് സ്ക്വാഡ്, ജില്ലയിൽ 16 ലൊക്കേഷനുകളിലെ ചെക്ക് പോസ്റ്റുകളിൽ സ്ഥാപിച്ച CCTV, 9 പരിശീലന കേന്ദ്രം, പോളിംഗ് സാമഗ്രികളുമായി സഞ്ചരിക്കുന്ന EVM വാഹനങ്ങൾ, വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ, ഡിസ്റ്റിലറി ആൻഡ് ബ്രൂവറി തുടങ്ങിയവയും തത്സമയം കമാൻഡ് കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കും. ദേശീയപാത കൊടകരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊടകര ഗാന്ധിനഗർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സും കാറും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ബസ്സിന് പുറകിൽ ചെന്നിടിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാത നെല്ലായിൽ ലോറി മറിഞ്ഞു.
തമിഴ്നാട്ടിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് തീറ്റപ്പുല്ല് കൊണ്ടുപോയ ലോറിയാണ് തൂപ്പൻകാവ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. രാവിലെ 10 മണിയോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റിയ ശേഷമാണ് ദേശീയപാതയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ പുതുക്കാട് പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചാരണം. പുതുക്കാട് പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ പേരിലാണ് വ്യാജ വീഡിയോ പ്രചരിക്കുന്നത്. സംഭവത്തിൽ വൈദികൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മാസങ്ങൾക്ക് മുൻപ് പ്രചോദി നികേതൻ കോളേജിൽ സുരേഷ് ഗോപി പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് വികാരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുക്കാട് ഫൊറോന വികാരിയായി ഞാനും ഇടവക ജനങ്ങളും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു വ്യാജ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രചോദി നികേതൻ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോയും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ തെറ്റായ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് സൈബർ സെല്ലിൽ ഞാൻ തന്നെ നേരിട്ട് പ്രസ്തുത വാർത്തയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രം ഊരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി. പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച് ബാങ്ക് അധികൃതർ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തല ജോഷി കരുവന്നൂർ ബാങ്കിലെത്തിയത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മാപ്രാണം സെന്ററിലുള്ള ശാഖയിലാണ് ജോഷി ചെന്നത്. പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വസ്ത്രം ഊരിയെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്നാണ് ജോഷി അറിയിച്ചിരുന്നത്. ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ നിക്ഷേപ തുകയുടെ പലിശ കണക്കാക്കി ബാങ്ക് അധികൃതർ പാസ്ബുക്കിൽ പതിച്ചു നൽകുകയും 30-ന് ചേരുന്ന ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ വെച്ച് പണം തിരികെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതായി ജോഷി പിന്നീട് പറഞ്ഞു. ഇതിനാൽ താൽക്കാലികമായി പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുന്നതായും പണം ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജോഷി പറഞ്ഞു. പലിശയടക്കം 55,85,721 രൂപയാണ് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ളത്. ഈ പീരീഡ് കൂട്ടുമ്പോൾ ഈ ത്രൈമന്ത് വെച്ച് 3 മാസം കൂടുമ്പോൾ പലിശ ഇല്ലാതാക്കിയിട്ട് ഒരുമിച്ച് കൂട്ടുമ്പോൾ 3,80,000 എനിക്ക് നഷ്ടമുണ്ട്. ഓക്കെ, സമ്മതിക്കാമെന്ന് വെച്ചിട്ട് അതിന് കണക്ക് കൂട്ടാനായിട്ട് 1 മണിക്കൂറിലധികം എടുത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് കണക്ക് കൂട്ടിയെടുത്ത് 5 മിനിറ്റിലാണ്. 1 മണിക്കൂറിലധികം എടുത്ത് ഈ സഹകരണ ബാങ്ക് അത് കണക്ക് കൂട്ടിയെടുക്കാൻ. ഇപ്പോൾ ഒരു ഉറപ്പ് തന്നിരിക്കുന്ന 30-ാം തീയതി എന്ന് പണം തരുന്നുള്ളൂ. ഇനി ഒരു 3 മാസത്തിൽ കൂടുതൽ ക്ഷണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വസ്ത്രം ഊരിക്കളഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ചെയ്യാനായിട്ട് ഈ അധികാരികൾ തയ്യാറായിട്ടുള്ളത്. യുവ ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംഘടിപ്പിച്ച മോഹനം ചലച്ചിത്രോത്സവം സമാപിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ KM മധുസൂദനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനു പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരം നേടിയ സംവിധായിക താര രാമാനുജനെ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ആദരിച്ചു. PB ഋഷികേശൻ, PK ഗണേഷ്, വിൽസൺ ആന്റണി, PK കിട്ടൻ, C മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മേളയിലെ അവസാന ചിത്രമായി താര രാമാനുജൻ സംവിധാനം ചെയ്ത നിഷിദ്ധോ പ്രദർശിപ്പിച്ചു. പ്രദർശനശേഷം സംവിധായിക പ്രേക്ഷകരുമായി സംവദിച്ചു. 15-ന് ആരംഭിച്ച ഫെസ്റ്റിവലിൽ ശ്രദ്ധേയമായ 8 ഫീച്ചർ ഫിലിമുകളും 2 ഡോക്യുമെന്ററികളും 1 ഹ്രസ്വചിത്രവും ഉൾപ്പെടെ 11 മലയാള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. എല്ലാ സിനിമകളുടെയും സംവിധായകർ പ്രേക്ഷകരുമായി സംവദിക്കാനെത്തിയെന്നത് ഗ്രാമിക ചലച്ചിത്രോത്സവത്തിന്റെ സവിശേഷതയായിരുന്നു. സിനിമയായിട്ടും ചെറുപ്പക്കാരില്ല എന്നുള്ളത് ആളുകളുടെ ആസ്വാദനത്തിൽ ഫോർമുല ചിത്രങ്ങളായിരുന്നത് തിയേറ്ററിൽ നമ്മൾ കാണുന്ന കച്ചവട സംബന്ധിയായ സിനിമ വാസ്തവത്തിൽ ഫോർമുലയിൽ വെച്ച് നിർമ്മിക്കുന്ന സിനിമകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിനൊക്കെ ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങി. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ നിന്നായാണ് 13 മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത്. ദേശീയപാത കൊടകരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊടകര ഗാന്ധിനഗർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ പുതുക്കാട് പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.